കൊല്ലം സീറ്റിന്റെ പേരിൽ RSP ഇടതുമുന്നണി വിട്ടിട്ട് അധിക നാളുകളായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് വിജയിക്കും എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. UDFന്റെ ഭാഗമായതോടെ ഷിബു ബേബി ജോണിന്റെ RSPയുമായി ലയിച്ച് വമ്പൻ പാർട്ടിയായി വിലപേശലിനുള്ള ശേഷി വർദ്ധിപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടതുമുന്നണിയിലായിരുന്നപ്പോൾ നാളുകൾക്ക് മുമ്പ് ഷിബുവിനെ കൊച്ചു പാർട്ടി എന്ന് കളിയാക്കിയ ചന്ദ്രചൂഡനും സംഘവും ഇനി ലയന സമ്മേളനം വിളിക്കാൻ പോവുകയാണ്. 21-ാം തീയതി സംസ്ഥാന കമ്മിറ്റി കൂടുന്നുണ്ട്. 21-ാം തീയതി കൂടുന്ന സംസ്ഥാന കമ്മിറ്റി RSP പാർട്ടികളെന്ന് പറഞ്ഞാൽ RSP ബിയുമായിട്ടുള്ള ലയനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല. ഒരാളിൻ്റെ ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ ചവറയിൽ മാത്രം ഒതുങ്ങി ഒരാൾ ഒരു MLAയുടെ പാർട്ടി എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഏതെല്ലാം തരത്തിലായിരിക്കണം, അതിൻ്റെ മോഡാ ബ്രാൻഡിയൊക്കെ ചർച്ച ചെയ്യണമല്ലോ. ഏത് തരത്തിലായിരിക്കണം, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ലെവലിലൊക്കെ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ 21-ാം തീയതി ചർച്ച ചെയ്യും. അതിനെ പാർട്ടിയായിട്ട് കണക്കാക്കാത്തവ പിന്നെ എങ്ങനെ യോജിപ്പിൻ്റെ രണ്ട് മുന്നണി നിൽക്കുകയല്ലേ? രണ്ട് മുന്നണി നിൽക്കുന്നവരെങ്ങനെയാണ് യോജിക്കുന്നത്? ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് RSP ബിയുമായിട്ട് കൂടി ചർച്ച ചെയ്യണമല്ലോ. അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല. ചർച്ച ചെയ്ത് ഇരുകൂട്ടർക്കും സ്വീകാര്യമായ നിലയിലുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക. ഒരാളിൻ്റെ ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ ചവറയിൽ മാത്രം ഒതുങ്ങി ഒരാൾ ഒരു MLAയുടെ പാർട്ടി എന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഏകദേശം മെയ് മാസത്തിൽ ലയനം നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അയാളവിടെ ഒരു മുന്നണി നിൽക്കുന്നു, ഞങ്ങളിവിടെ ഒരു മുന്നണി നിൽക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു മുന്നണി വിട്ടാലല്ലേ യോജിപ്പുണ്ടാവുള്ളൂ. അതിനാരെങ്കിലും തയ്യാറാവോ? അതിന് മുമ്പ് തന്നെ സംയുക്തമായിട്ട് ഇനിയിപ്പോൾ മെയ്ദിനം വരുന്നുണ്ട്. മെയ്ദിന റാലി നടത്തും. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടവം 11-12 ചവറയിലെ ഒരു വലിയ സമരം നടന്ന ദിവസമാണ് 1949. എല്ലാ വർഷവും ഇടവം 11-12 വ്യത്യസ്തമായിട്ടാണ് RSP ബിയും RSPയും ആചരിക്കുക. ഇത്തവണ ഒരുമിച്ച് ആചരിക്കും. അതിനെ പാർട്ടിയായിട്ട് കണക്കാക്കാത്തവ പിന്നെ എങ്ങനെ യോജിപ്പിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് ഇന്ന് കൂടണം എങ്ങനെ കൂടണമെന്ന് തീരുമാനിക്കേണ്ടത്. ദേശീയ സെക്രട്ടറി ഇവിടെ തന്നെ ഉണ്ട്, കേരളീയനാണ്. അദ്ദേഹം തീരുമാനിക്കുന്നതനുസരിച്ച് കമ്മിറ്റി കൂടും. അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല. ഒരാളിൻ്റെ ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ ആരപ്പിരിയിളകിയതാർക്കാണ്? എനിക്കല്ല എല്ലാവർക്കും പിരിയിളക്കം ആരപ്പിരിയിളകിയതാർക്കാണ്? എനിക്കല്ല എല്ലാവർക്കും പിരിയിളക്കം അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല. ഒരാളിൻ്റെ ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ. അതല്ലാതെ ദേശീയ കമ്മിറ്റിയിൽ മറ്റാരെങ്കിലും അഭിപ്രായം പറയുക? ദേശീയ കമ്മിറ്റി ഉണ്ടല്ലോ, നിലനിൽക്കുകയാണല്ലോ. ഞാൻ നിലനിൽക്കുന്ന ദേശീയ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് 4 പേരുണ്ട്. VP രാമകൃഷ്ണപിള്ളയുണ്ട്, ഞാനുണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്, TJ ചന്ദ്രചൂഡനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ ഒരു തീരുമാനമാവും. അത് കൂടട്ടെ. കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അയാളവിടെ ഒരു മുന്നണി നിൽക്കുന്നു, ഞങ്ങളിവിടെ ഒരു മുന്നണി നിൽക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരു മുന്നണി വിട്ടാലല്ലേ യോജിപ്പുണ്ടാവുള്ളൂ. അതിനാരെങ്കിലും തയ്യാറാവോ? നിൽക്കുന്നത് എന്നെ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ നിൽക്കുന്നത്. കാലിൽ നടന്നും ആറിയിരുന്നു കാലത്ത് തൊട്ടേ കാലിൽ നടന്നും ആറിയിരുന്നു കാലത്ത് തൊട്ടേ മുന്തി കൊടുത്താൽ കാണാം മനുഷ്യ കുരങ്ങിന്റെ ചാട്ടം. അതിനെ പാർട്ടിയായിട്ട് കണക്കാക്കാത്തവ പിന്നെ എങ്ങനെ യോജിപ്പിൻ്റെ ഞങ്ങളിപ്പോൾ യഥാർത്ഥത്തിലൊരു ലയനം LDFിൽ നിന്ന് ആളുകൾ UDFിലേക്ക് പോയത് കുറച്ച് സ്ഥാനമാനങ്ങൾക്കാണെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചോദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ്. ഞാൻ അങ്ങോട്ട് പറയുന്ന കേക്ക് നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാനല്ലല്ലോ ഞാനിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ മുന്നണിയിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അടുത്ത ആഴ്ചയൊക്കെ ചർച്ച ആരംഭിക്കുള്ളൂ. അതുവരെ വരുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളവയല്ല. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ എന്നെപ്പോലുള്ളവർ തയ്യാറുമല്ല. യഥാർത്ഥത്തിലൊരു ലയനം എനിക്കല്ല എല്ലാവർക്കും പിരിയിളക്കം നമ്മൾ അതിമോഹമൊന്നും വേണ്ട.
ഇപ്പം ഞങ്ങൾ ലയനം പൂർത്തീകരിച്ചിട്ടില്ല. RSP ബിയും RSPയുമായിട്ടുള്ള ലയനം പൂർത്തീകരിച്ചിട്ടില്ല. ലയനം പൂർത്തീകരിക്കാനിരിക്കുകയാണ്. തുടർന്നുള്ള മറ്റു പരിപാടികളെ സംബന്ധിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല, തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ മന്ത്രിയാകണം, ലയനം കൂടുതൽ വകുപ്പ് വേണം, അല്ലെങ്കിൽ മറ്റു സ്ഥാനമാനങ്ങൾ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഔചിത്യമില്ലായ്മയാണ്. അതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടേ കണക്കാക്കുന്നില്ല. ഒരാളിൻ്റെ ഒരു പാർട്ടി ഒരു മണ്ഡലത്തിൽ ചവറയിൽ മാത്രം ഒതുങ്ങി ഒരാൾ ഒരു MLAയുടെ പാർട്ടി എന്നേ ഉള്ളൂ. പിരിയിളകിയത് ജനത്തിനാണെന്ന് ഒടുവിൽ പറയുമോ എന്തോ. തൽക്കാലം ഡെമോക്രസി രക്ഷപ്പെടുന്നു. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിനുള്ള ഉപദേശം. അവന്റെ റേഷൻ സബ്സിഡി റദ്ദ് ചെയ്യുമ്പോഴും IT പ്രഭുക്കന്മാർക്കും കോർപ്പറേറ്റുകൾക്കും പെട്രോളിയം കമ്പനികൾക്കും രാജ്യം തീരെഴുതുന്ന ലിബറലിസം.